അല്ലാഹു തആല എന്താ പറഞ്ഞത്? നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കരുത്. ഒറ്റയ്ക്ക് നിന്നാൽ പിശാച് നിങ്ങളോട് അടുക്കും. റൂമില് പെണ്ണൊറ്റയ്ക്ക് ഉറങ്ങണ്ട, പിശാച് വരും. അപ്പോഴാണ് പെണ്ണിന് ഇന്നലെ പറഞ്ഞതുപോലെ അലാം വെക്കാനുള്ള താല്പര്യം വരുന്നത്. മനസ്സിലായോ? ഒറ്റയ്ക്ക് ഉറങ്ങണ്ട മോളെ, നീ എന്ത് അഞ്ചത്തിന് കൂടെ കൂട്ടിക്കോ, ജ്യേഷ്ഠത്തിന് കൂടെ കൂട്ടിക്കോ, ഒറ്റയ്ക്കാണെങ്കിൽ ഉമ്മയുടെ കൂടെ കിടന്നുറങ്ങിക്കോ. നിങ്ങൾ ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോൾ വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരും. അപ്പോഴാണ് ചെറുപ്പക്കാരൻ അന്ന് തന്ന ചിപ്പിന്റെ ഓർമ്മ വരുന്നത്. ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോഴാ. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മ വരൂല. അപ്പൊ ഒറ്റയ്ക്ക് ഉറങ്ങിയാൽ പിശാച് വരും, ഒറ്റയ്ക്ക് നിന്നാൽ പിശാച് വരും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരായാലോ പിശാച് അല്പം കൂടെ നിങ്ങളുടെ അകത്ത് നിന്ന് അകന്നു പോവും. നീയും നിന്റെ അനുജത്തിയുമാണ്. അനുജത്തിയും ജ്യേഷ്ഠത്തിയും അഡ്ജസ്റ്റ് ചെയ്ത് പ്രണയിക്കുന്ന ആളുകളുണ്ട്. രണ്ടുപേര് അഡ്ജസ്റ്റ്മെന്റ്. ഉമ്മയോട് പറയണ്ട, അമ്മക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്യാ, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ആരോട് പറയണ്ട, നമ്മളിങ്ങനെ ലാവിഷായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. രണ്ടുപേര് നടക്കും. മൂന്നാമതൊരു അഞ്ചത്തിയോ ജ്യേഷ്ഠത്തിയോ ഉണ്ടെങ്കിൽ നടക്കില്ല. രണ്ടുപേരുണ്ടെങ്കിൽ പിശാച് അല്പം കൂടി അകലെയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 പേരും കൂടി ആയാൽ പിശാച് അടുത്തേക്ക് വരില്ല. ഇയ്യാകും വൽ ജമാഅ, നിങ്ങൾ ഒറ്റയ്ക്ക് ഭിന്നിച്ചു നിൽക്കണ്ട, നിങ്ങൾ ഐക്യത്തോടെ നിൽക്ക്, സംഘബലത്തോടെ നിൽക്ക്. ഇയ്യാകും വൽ ഫുർഖ, നിങ്ങൾ ഭിന്നിക്കരുത്. അലൈക്കും ബിൽ ജമാഅ, ഐക്യത്തോടെ ഒരു സംഘശക്തിയോട് കൂടെ നിൽക്കണം. ഇത് ആര് പറഞ്ഞു? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫമൻ അറാദ ബഹ്ബൂഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ തട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അലൈക്കും ബിൽ ജമാഅ, ഐക്യത്തോടെ നിൽക്കണം. മനസ്സിലായോ? ഒറ്റയ്ക്ക് നിന്നാലൊന്നും സ്വർഗം കിട്ടൂലാണ് ഈ ഹദീസൊക്കെ പഠിപ്പിക്കുന്നത്. ഐക്യത്തോട്, സംഘടനയോടെ, ദീനിനെ പഠിക്കുന്ന, നല്ല ആഖിറത്ത് പഠിക്കുന്ന ഉഖ്റവിയായ പണ്ഡിതന്മാർ എവിടെയുണ്ട് എന്ന് നിഷ്പക്ഷമായ ഒരു പഠനം നടത്തി അവിടെ നമ്മൾ നിൽക്കുക. അപ്പൊ നമ്മൾക്ക് ഏതാണ് സത്യം, എവിടെയാണ് ബാത്തിൽ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും. അവരെ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ കൂടെ നിൽക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അന്നാലി ഹാദി, ഇതെങ്ങനെ എനിക്ക് കിട്ടി അല്ലാഹുവേ? അല്ലാഹു പറയാണ്, ബിസ്തിഗ്ഫാരി വലദിക, നിന്റെ മകൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി സ്വതക്ക ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു നിനക്ക് സ്ഥാനം നൽകിയതാണ്. അപ്പൊ നമ്മൾ മരിച്ചാല് നല്ല സാലിഹീങ്ങളായ മക്കളെ ഇവിടെ ഇട്ടേച്ചു പോയാൽ എന്തൊരു നേട്ടമായിരിക്കും. അതുകൊണ്ട് മക്കളെ സാലിഹീങ്ങളാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇവിടെയുള്ള മക്കളൊക്കെ എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു ബോധം നൽകുമാറാവട്ടെ. ഇന്നല്ലാഹ ലാ യുഅഖിറു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ്. വൈകിയോ നിങ്ങൾക്ക്? വൈകിയോ? ഇല്ലല്ലോ, കുറച്ച് പറയട്ടെ ഇൻഷാ അല്ലാഹ്. കുറെ ഒന്നും പറയില്ല, പേടിക്കണ്ട. 11 മണിയായി. ഇനി മാക്സിമം പോയാൽ ഒരു 11:30. ഞാൻ വിചാരിച്ചൊരു 11:10 ആണെന്നല്ലേ? ബുദ്ധിമുട്ടായോ? ഇല്ല, ദുആക്ക് ഞാൻ കഴിഞ്ഞൊക്കെ നിർത്തും ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ 3 മണിക്കൂർ പറയുമെന്ന് പറഞ്ഞാണ് 2.5 മണിക്കൂറെങ്കിലും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നല്ലാഹ ലാ യുഅഖിറു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയമെത്തിയാൽ ഒരാൾക്കും അല്ലാഹു അവന്റെ റൂഹ്, അവന്റെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കൂല എന്ന ഒരു ആയത്തുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ആളുകൾ പടച്ചോനെ അല്ലാഹുവേ എനിക്ക് ആയുസ് വർദ്ധിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് മറുപടി പറഞ്ഞത് എന്താ? ഇന്നമൽ സിയാദതു ഫിൽ ഉംരി, ആയുസിൽ വർധനവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അയ്യർസുഖല്ലാഹുൽ അബ്ദ ദുർരിയതൻ സാലിഹ, നമ്മൾക്കൊരു സ്വാലിഹായ മക്കളെ ലഭിക്കലാണ് നമ്മുടെ ആയുസ്സിലുള്ള വർധനവ്. തിരിഞ്ഞോ? സഹോദരിമാർ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ മക്കള് സ്വാലിഹീങ്ങളായ മക്കളെ ലഭിക്കലാണ് നമ്മുടെ ആയുസ്സിലുള്ള വർധനവ്. നീ 40 വർഷമാണ് ജീവിച്ചത്, പക്ഷേ നിനക്കൊരു സാലിഹായ കുഞ്ഞ് ജനിച്ചാൽ, ആ കുഞ്ഞ് 70 വർഷം ജീവിച്ചാൽ ആ 70 വർഷത്തെ അമലും നിന്റെ ഖബറിലേക്ക് കടന്നു വരും. ഇതാണ് ഈ ദീർഘായുസ് എന്ന് പറഞ്ഞ. ദുആ ചെയ്യ്, നന്നായിട്ട് ദുആ ചെയ്യ് ദീർഘായുസിന്, സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി. ചോദിച്ചു, അല്ലാഹു ഒരാളുടെ ആയുസ് കണക്കാക്കിയാൽ, ക്ലിപ്തപ്പെടുത്തിയാൽ അത് മാറ്റില്ലല്ലോ, പിന്നെ ഈ ദുആയിന് അർത്ഥമുണ്ടോ? ഉണ്ട്. ആ സിയാദത്തുൻ ഫിൽ ഉംരി, ആയുസിൽ വർധനവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അയ്യർസുഖല്ലാഹുൽ അബ്ദ ദുർരിയതൻ സാലിഹ യദ്ഊന ലഹു. മക്കൾ ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. അമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടാവണം. ഒരുപാട് മക്കള് എന്തെങ്കിലും നേട്ടുണ്ടോ? എല്ലാവരും, ഒരാൾ വീട് വെച്ച് നടക്കുക, ഒരാൾ സീസർ വെച്ച് നടക്കുക, ഒരാൾ കഞ്ചാവ് അടിച്ച് നടക്കുക, ഒരാൾ പെണ്ണ് പിടിച്ച് നടക്കുക.
ഒരു നേട്ടമില്ല. യദ്ഊനല, ഉപ്പാക്ക് വേണ്ടി സദഖ ചെയ്യുന്ന മക്കൾ, ഉപ്പാക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന മക്കൾ, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, ഉപ്പാക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മക്കൾ, ഇതുണ്ടായാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ദീർഘായുസ് ലഭിച്ചതുപോലെയാണ്. ദുആ ഫയൽഹഖുഹു, അവനോട് ചേർന്ന് വരും. ദുആഉഹും ഫീ ഖബരിഹി, അവൻ ദുആ ചെയ്താൽ ഇവന്റെ ദുആകളൊക്കെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കണേ, വേറൊരു ഹദീസ്, എല്ലാം മനോഹരമായ ഹദീസുകൾ, ഉപ്പമാർ ആഹ്ലാദിക്കേണ്ട ഹദീസുകൾ. നല്ല സ്വാലിഹീങ്ങളായ മക്കളെ ലഭിച്ച ഉപ്പമാർ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ സ്വാലിഹീങ്ങളായ മക്കളെ ലഭിക്കണമെങ്കിൽ നല്ല ഭാര്യയെ ലഭിക്കണം. ലോകത്ത് ഒരാൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ഒരു മെഴ്സിഡീസ് ബെൻസ് ലഭിക്കലാണോ? അല്ലെങ്കിൽ ഒരു റേഞ്ച് റോവർ ഡ്രീം വെഹിക്കിൾ ഉണ്ടാവൂല. ഒരാളുകളുടെ സ്വപ്ന വാഹനങ്ങൾ ഉണ്ടാകും. റേഞ്ച് റോവർ, വർഷമാണ് എനിക്കിത് മതി. ഇല്ല, ഇതൊന്നും നിനക്ക് സന്തോഷം നൽകില്ല. ഒരു റേഞ്ച് റോവർ നൽകിയില്ല, ഒരു മെഴ്സിഡീസ് നൽകിയില്ല, ലാൻഡ് ക്രൂയിസ് ഒന്നും നൽകിയില്ല. നിനക്ക് സന്തോഷം നൽകുന്ന നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ദീനീ ബോധമുള്ള ഭാര്യയാണ്, സ്വാലിഹത്തായ ഭാര്യയാണ്. അത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ. രണ്ടാമത് കൊണ്ടിട്ടൊന്നുമില്ലല്ലോ. ആമീൻ. എന്തൊരു ആവേശം അറിയോ. അള്ളാഹു സ്വാലിഹത്തായ ഭാര്യ തരട്ടെ. ആമീൻ. ഉള്ള ഭാര്യമാരൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ ദഖല റജുലുൽ ജന്ന, ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, സഅല അൻ അബവൈഹി വസൗജതിഹി വവലദിഹി, അള്ളാഹു ചോദിക്കും അൻ അബവൈഹി. നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ, ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ, ഇദാ ദഖല റജുലുൽ ജന്ന, ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ സ്വർഗത്തിലേക്ക് കടന്നാൽ, സഅല, ആ ചെറുപ്പക്കാരൻ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, അൻ അബവൈഹി, അല്ലാഹുവേ ഞാൻ സ്വർഗത്തിലേക്ക് പോവാൻ, എന്റെ മാതാപിതാക്കൾ എവിടെ? ഇങ്ങനുണ്ട്. അല്ലാഹുവേ ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, എന്റെ മാതാപിതാക്കൾ എവിടെ? വഅൻ സൗജതിഹി, എന്റെ ഭാര്യ എവിടെ? അതൊന്നും കാണുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക്, നടക്കൂല. എന്റെ ഭാര്യ എവിടെ? വവലദിഹി, എന്റെ മക്കളെവിടെ? എന്റെ മക്കളില്ലാതെ, എന്റെ ഭാര്യയില്ലാതെ, എന്റെ മാതാപിതാക്കളില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് സ്വർഗത്തിലേക്ക് പോവാനാണോ? അപ്പോഴാണ് ഫയുഖാൽ, അല്ലാഹു പറയുന്നത്, അവിടെ പറയപ്പെടുന്നത്, ഇന്നഹും ലൻ യബ്ലുഗൂ ദറജതക്, അവരാരും നിന്നെപ്പോലെ അമല് ചെയ്തിട്ടില്ല. നീ നിസ്കരിച്ചതുപോലെ അവർ നിസ്കരിച്ചിട്ടില്ല. നീ നോമ്പ് നോറ്റതുപോലെ അവർ നോമ്പ് നോറ്റിട്ടില്ല. നീ നാവ് സൂക്ഷിച്ചതുപോലെ അവർ നാവ് സൂക്ഷിച്ചിട്ടില്ല. എന്നൊരാൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ നിന്റെ ഉപ്പമാര് നന്മ ചെയ്തിട്ടില്ല, നിന്റെ ഭാര്യമാര് നന്മ ചെയ്തിട്ടില്ല, നിന്റെ മക്കള് നന്മ ചെയ്തിട്ടില്ല എന്ന് അവനോട് പറയുമ്പോഴാണ്, യാ റബ്ബി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, ഖദ് അമിൽതു ലീ വലഹും, ഞാൻ എനിക്ക് വേണ്ടി മാത്രം അധ്വാനിച്ചതല്ല. ഖദ് അമിൽതു ലീ വലഹും, ഞാൻ അധ്വാനിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ഉപ്പയ്ക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം അധ്വാനിച്ചതല്ല റബ്ബേ. ഫയുഅ്മറു, അപ്പൊ കൽപ്പിക്കപ്പെടും, ബിഇൽഹാഖിഹിം ബിഹി, ഭാര്യയെ കൊണ്ടുവാ, ഉമ്മയെ കൊണ്ടുവാ, ഉപ്പയെ കൊണ്ടുവാ, മക്കളെ കൊണ്ടുവാ, എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു കൽപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുടുംബസമേതം ഭാര്യമാരോടൊത്ത് സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ? ഈ ഭാര്യമാര് വേണമെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. ദുനിയാവിൽ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഉസ്താദെ, ഇനി ഇത് സ്വർഗത്തിനും സഹിക്കണോന്ന് അങ്ങനെ ആലോചിക്കുന്ന ആളുണ്ടാകും. പടച്ചോനെ, ഞാൻ എന്ത് സുഖമായിരുന്നു എന്റെ ജീവിതം, കല്യാണം കഴിച്ചത് മുതൽ തുടങ്ങിയതാണ് പടച്ചോനെ, ഇതേ ഒരു പെണ്ണാണ് എനിക്ക് സ്വർഗത്തിലും കിട്ടാൻ പോകുന്നത്. ഇനി ഭാര്യ സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്കേ പോകുന്നില്ല, എനിക്ക് നരകമായാലും കുഴപ്പമില്ല, ഞാൻ സ്വർഗത്തിലേക്കില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ടാകും, പെണ്ണുങ്ങളുണ്ടാകും. പടച്ചോനെ, ഇയാളെ ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി. ഈ ഇസ്തിരി ഇട്ടാൽ അയാൾക്ക് തൃപ്തിയല്ല, ഭക്ഷണം കൊടുത്താലും തൃപ്തിയല്ല, വെള്ളം കൊടുത്താലും തൃപ്തിയല്ല, ചായ കൊടുത്താലും തൃപ്തിയല്ല, എന്നും കുറ്റമാണ്, എന്നും കുറവാണ്. ഇനി ഇയാളെ സ്വർഗത്തിൽ കിട്ടി ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കാം, എനിക്ക് നരകം മതി, ഇയാളെ കൂടെ സ്വർഗത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടാകും. അല്ലേ? ഉണ്ടാകും. അതുകൊണ്ട്
നിങ്ങൾ വിഷമിക്കണ്ട, അവിടെ എത്തും എല്ലാവരുടെ സ്വഭാവവും നല്ല സ്വഭാവമായിരിക്കും. ഇവിടെ കാണിക്കുന്ന കുറുമ്പോ കുശുമ്പോ ഒന്നും അവിടെ ഉണ്ടാവൂല. ഈ പെണ്ണിനും ആണിനും ഒന്നിനും ഉണ്ടാവൂല. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. ഭാര്യമാരുടെ കൂടെ, മക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും സ്വർഗം നൽകട്ടെ. അള്ളാഹുവിന് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റബ്ബേ. നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ പോകാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അമലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അള്ളാഹുവേ. ഞങ്ങളുടെ ഭാഗത്ത് അമലുകളൊന്നുമില്ല, മഹാന്മാര് ചെയ്ത നന്മകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ. എന്നാലും ഈ പരിശുദ്ധമായ സദസ്സിൽ, ഈ ഒരു ഇൽമിന്റെ സദസ്സിൽ ഞങ്ങൾ ആത്മാർത്ഥമായി നിന്നോട് ചോദിക്കാൻ നീ തരുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് റബ്ബേ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. നരകത്തിലേക്ക് നീ ഞങ്ങളെ കടത്തല്ലേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണം നീ ഞങ്ങളെ നരകത്തിൽ കടത്തല്ലേ റബ്ബേ. ഒരു നിമിഷം പോലും നരകത്തിൽ കിടക്കാതെ ഭാര്യമാരോടൊത്ത്, മക്കളോടൊത്ത്, മാതാപിതാക്കളോടൊത്ത്, സുഹൃത്തുക്കളോടൊത്ത്, കുടുംബങ്ങളോടൊത്ത് സ്വർഗത്തിൽ കടക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോ പരിശുദ്ധമായ ഖുർആൻ പറയാണ്, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംരിഇൻ ബിമാ കസബ റഹീൻ. ഒരാൾ ഒറ്റയ്ക്കല്ല സ്വർഗത്തിലേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞ ഹദീസിന് ആയത്ത് ശക്തി നൽകാൻ. എന്താണ്? വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ. മുഅ്മിനീങ്ങളായ ആളുകൾ, അതേപോലെ അല്ലാഹുവിനെ അനുസരിച്ച്, മാതാപിതാക്കളെ അനുസരിച്ച് അവരുടെ കൂടെയുള്ള അവരുടെ കുടുംബങ്ങൾ, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരെയും അവരുടെ കുടുംബങ്ങളെയും മക്കളെയും ഞാൻ അവരുടെ കൂടെ ചേർക്കും. ഒറ്റയ്ക്കല്ല. വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഒറ്റയ്ക്കല്ല അവർ പോകുന്നത്. അവരുടെ മക്കളെയും ഞാൻ നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവരും വിശ്വസിച്ചവരാണെങ്കിൽ, അവരും അല്ലാഹുവിനെ പേടിച്ചവരാണെങ്കിൽ, അവരും മാതാപിതാക്കളെ ബഹുമാനിച്ച് ജീവിച്ചവരാണെങ്കിൽ. ഇന്ന തുഫ്ല യജുറു ബിഅബവൈഹി ഇലൽ ജന്ന. മഹാനായ ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരുപാട് ഹദീസ് പറയുന്നുണ്ട്, മക്കൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഹദീസുകൾ. ഇന്ന തുഫ്ല, നമ്മുടെ മക്കൾ, യജുറു ബിഅബവൈ, ഉപ്പാന്റെയും ഉമ്മയുടെയും കൈകൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും സ്വർഗത്തിലേക്ക്. അങ്ങനെയുള്ള മക്കളായി നമ്മൾ മാറണ്ടേ? നമ്മുടെ മക്കൾ മാത്രം ആവാൻ ആഗ്രഹിച്ചാൽ മതി. നമ്മളൊക്കെ മക്കളല്ലേ? എല്ലാരും ദുആ ചെയ്യാം, അല്ലാഹു എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. അപ്പൊ നമ്മളൊരു മക്കളല്ലേ, നമ്മളും സ്വാലിഹാവണ്ടേ? എന്റെ ഉമ്മയ്ക്ക് ഉപ്പയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്റെ ഉമ്മയും ഉപ്പയും ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ? അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മാതാപിതാക്കൾക്ക് താല്പര്യം ഉണ്ടാവൂലേ, പഠിച്ചോൻ എന്റെ മക്കൾ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ? അതിന് അധ്വാനിക്കും, എല്ലാവരും അധ്വാനിക്കും. മക്കൾ മാത്രം നന്നാൻ വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ നന്നാവും. എന്റെ ഉപ്പയും ഉമ്മയും രക്ഷപ്പെടട്ടെ. അള്ളാഹു നമ്മളൊക്കെ നല്ലവരിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മളൊക്കെ നല്ലവരിൽ പെടുത്തട്ടെ. ഉറക്ക ആമീൻ പറയാം. ഒന്നായിട്ട് നന്നായിട്ട് അധ്വാനിക്കാം. ഞാൻ കാരണം എന്റെ ഉമ്മയും ഉപ്പയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കാം. എന്നാല് നമ്മുടെ മക്കൾ കാരണം നമ്മൾ രക്ഷപ്പെടും. മനസ്സിലായോ? ഞാൻ കാരണം എന്റെ ഉമ്മയും ഉപ്പയും രക്ഷപ്പെടണം, എന്നാല് മക്കൾ കാരണം നമ്മൾ രക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരു ഹദീസ് കാണാം, യഅഖുദു ബിതൗബിഹി കമാ അനൽ ആന ആഖുദു ബിതൗബിക്. ഞാൻ നിന്റെ വസ്ത്രം പിടിക്കുന്നത് പോലെ ഉപ്പയുടെ വസ്ത്രം പിടിച്ചിട്ട് മക്കൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും മഹാനായ ഗസാലി ഇമാം ഹദീസിൽ പഠിപ്പിക്കുകയാണ്. ഇനി മക്കള് വഴികേടിലായാലുള്ള കോട്ടം എന്താണ്? ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തിന്മയിലേക്ക് പോയാൽ, തെറ്റിലേക്ക് പോയാൽ എന്താണ് അതിന്റെ അപകടവശങ്ങൾ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൈസ അദുവുകല്ലദീ ഇൻ ഖതൽതഹു കാന ലക നൂറാ. നിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ നീ കൊന്നവനല്ല നിന്റെ ശത്രു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത്, അതിന്റെ കാലൊക്കെ കഴിഞ്ഞിട്ടോ. ഇന്നിപ്പോ ധർമ്മസമരം എന്ന് പറഞ്ഞിട്ട്, ജിഹാദ് എന്ന് പറഞ്ഞിട്ട് വാളം പിടിച്ച് നടക്കേണ്ട സമയമല്ല. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. അപ്പോ യുദ്ധം ചെയ്തു, ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നു മുശ്രിക്കീങ്ങളായ ആളുകൾ നബിയെയും സഹാബാക്കളെയും. അപ്പോൾ എന്തായി? പ്രതിരോധം എന്ന നിലക്ക് വാളെടുത്തു. എന്നിട്ട് പടപൊരുതിയപ്പോ അമുസ്ലിമായ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളായ ഒരു സഹോദരനെ വെട്ടുമ്പോ അയാൾ മരിച്ചു. അത് നിന്റെ ശത്രുവല്ല. കാന ലക നൂറാ, അത് നിന്റെ പ്രകാശമാണ്. നിന്നെ ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ ആക്രമിക്കുവാനും ഷൂട്ട് ചെയ്യുവാനും അടിക്കാനും യുദ്ധസന്നാഹത്തോടെ കടന്നു വന്ന് യുദ്ധം ചെയ്തപ്പോ പ്രതിരോധിക്കാനെന്ന വണ്ണം നീ യുദ്ധം ചെയ്തു. അപ്പോ അവിടെ നിന്നൊരാൾ മരിച്ചാൽ
അത് നിനക്ക് നാളെ ആഖിറത്തിൽ പ്രകാശമാണ്. കാന ലക നൂറ, അന്യായമായിട്ട് ആക്രമിച്ചതിനെ കുറിച്ചിട്ടല്ല. കാന ലക നൂറ, അതല്ല നിന്റെ ശത്രു, അത് നിനക്ക് ആഖിറത്തിലേക്കുള്ള പ്രകാശമാണ്. വഇൻ ഖതലക, ഇനി അവരൊക്കെ സന്നാഹമായി വന്നു, ആയുധവുമായി വന്നു, നിന്നെ കൊന്നാലോ, നീ മരിച്ചാലോ, ദഖലൽ ജന്ന, നീ സ്വർഗത്തിലാണ്. ദഖൽതൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിക്കും. യുദ്ധത്തിൽ നീ മരിച്ചുപോയാൽ നീ സ്വർഗത്തിലാണ്. കാരണം നിന്നെ എന്തിനാണ് കൊല്ലുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരിലാണ് നിന്നെ കൊല്ലുന്നത്. അള്ളാഹു നിന്നെ സ്വർഗത്തിലെത്തിക്കും. അപ്പൊ ഇതൊന്നും നിന്റെ ശത്രുവല്ല. അപ്പൊ അവൻ കൊന്നത് കാരണം നീ സ്വർഗത്തിലെത്താൻ. പക്ഷേ നിന്റെ ശത്രുവാരാണ്? വലാകിന്ന അദാദുവിക, നിന്റെ ഏറ്റവും വലിയ ശത്രു, വലദുകല്ലദീ ഖറജ മിൻ സുൽബിക, നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു വീണ നിന്റെ മക്കളാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ ശത്രു ആര്? മക്കൾ. പിന്നാരാണ് നമ്മുടെ ശത്രു? വമാലുകല്ലദീ മലക്കത്ത് യമീനുക, നിന്റെ സമ്പത്ത് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ നിന്റെ സമ്പത്തും നിന്റെ ശത്രുവാണ്. ഏത് സമ്പത്ത്? ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോ നാട്ടാര് പിരിവിന് വരാണ്, എനിക്ക് നല്ലൊരു ഫ്ലക്സ് വെക്കണം, റൊണാൾഡോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഫ്ലക്സ്. റൊണാൾഡോ ആണോ? എന്നാ പിന്നെ 10,000 പിടിച്ചോ, നമ്മളാളാണ് റൊണാൾഡോ. അപ്പോ വേറൊരാള് മെസ്സി അല്ലേ, നമ്മുടെ സ്വന്തം ആളാണ്, എന്നെ പിടിച്ചോ 10,000 ഫ്ലക്സാ, ഈ ക്ലബിനെ കെട്ടിക്കോ. ഈ പൈസ നിന്റെ ശത്രുവാണ്, ഈ സമ്പത്ത് നിന്റെ ശത്രുവാണ്. അതേപോലെ ഗാനമേളയ്ക്ക് ഇങ്ങനെ കൊടുക്കുക, ഹറാമിന് പൈസ കൊടുക്കുക, കഞ്ചാവടിക്കാൻ, കള്ളു കുടിക്കാൻ പൈസ കൊടുക്കുക. ഇത് നീ അധ്വാനിച്ച നിന്റെ സമ്പത്ത് നിന്റെ ശത്രുവാണ്. നീ നിന്റെ ഭാര്യയിൽ നിന്ന് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോ നിനക്ക് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചൊരു കുട്ടി ലഭിച്ചു, ആ കുട്ടി സ്വാലിഹായില്ലെങ്കിൽ അവനും നിന്റെ ശത്രുവാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തേ നമ്മൾ മരിച്ചു, നമ്മുടെ മക്കളെ മരിച്ചു പോകുമ്പോ ഈ മക്കള് വഴികേടിനായി നരകത്തിലേക്ക് പോയാൽ, ശ്രദ്ധിക്കണേ, ഈ മക്കൾ വഴികേടിനായി നരകത്തിലേക്ക് പോയാൽ മക്കൾ അല്ലാഹുവിനോട് പറയുന്ന വചനമുണ്ട്, യാ റബ്ബി, അല്ലാഹുവേ, ലാ അദ്ഖുലുന്നാർ, ഞാൻ നരകത്തിലേക്ക് പ്രവേശിക്കൂല, ഹത്താ യദ്ഖുല അബീ ഖബ്ലി, എന്റെ ഉപ്പയെ എന്നെക്കാൾ മുമ്പ് നരകത്തിലേക്ക് കൊണ്ടുപോവാതെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോയില്ല എന്ന് വഴികേടിലായ മക്കൾ നാളെ പറയുമ്പോ എന്ത് നേട്ടമാണ് നമ്മൾക്ക് ഈ മക്കളെ കൊണ്ടുണ്ടായത്? ഒന്നെണീറ്റിക്ക് എല്ലാരും, ക്ഷീണമുള്ള വയസ്സന്മാരൊന്നും വേണ്ട, അല്ലാത്തവരെണീറ്റിക്ക്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽഹബീബിൽ അറബി അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ മാ അശ്റഫു മിൻഹു യാ سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبطاحي والحبيب الأعرابي الشفاعة هب لنا الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي الصلاة على النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗളയിലേക്ക് നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇത് കാരണമായി നാളെ മഹ്ശറാവൻ സഭയിൽ ഹബീബിന്റെ ഹൗലിൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. യാ റബ്ബി, എന്റെ അല്ലാഹ്, എന്റെ ഉപ്പയും എന്നെ ഉമ്മയും എന്നെ വഴികേടിലാക്കി നന്നാവാൻ സമ്മതിച്ചില്ല.
ദീനീ സ്ഥാപനങ്ങളിൽ ചേർത്തില്ല, പഠിക്കാൻ അയച്ചില്ല, പറഞ്ഞയച്ചില്ല, നിസ്കരിക്കാൻ പറഞ്ഞില്ല. എനിക്ക് I6 വാങ്ങിച്ചു, എനിക്ക് ഫോൺ വാങ്ങിച്ചു, എനിക്ക് വണ്ടി വാങ്ങിച്ചു. ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് വാങ്ങിച്ചു തന്ന എന്റെ ഉമ്മ, എന്റെ പൊന്നുപ്പ എന്നെ നന്മയിലേക്ക് നയിച്ചില്ല. അത് കാരണമാണ് ഞാൻ വഴികേടിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് എന്റെ ഉപ്പ പ്രവേശിക്കാതെ ഞാൻ നരകത്തിലേക്ക് കടക്കില്ല എന്ന് മക്കൾ പറഞ്ഞാൽ എന്ത് നേട്ടമാണ് ഈ മക്കളെ കൊണ്ട് നമ്മൾക്കുണ്ടാവുന്നത്? എന്ത് നേട്ടമാണ്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മക്കൾക്ക് നൽകാൻ പറ്റുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? മക്കൾക്ക് നൽകാൻ പറ്റുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം ആ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കലാണ്. I6 വാങ്ങിക്കലല്ല, ഒരു R15 ബൈക്ക് വാങ്ങിക്കലല്ല, ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കലല്ല, ഒരു I20 വണ്ടി വാങ്ങിച്ചു കൊടുക്കലല്ല. മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അത് ദീനിയായ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളെ, പ്രബുദ്ധരായ സമൂഹമായി നാളെയുടെ ഭാവികളിൽ വ്യഭിചാരങ്ങളില്ലാതെ, കഞ്ചാവിന്റെ മാഫിയകളില്ലാതെ, കൊലപാതകികളില്ലാതെ, ഭീകരവാദികളില്ലാതെ, തീവ്രവാദികളില്ലാതെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നാടിന്റെ നാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നല്ല മക്കളുണ്ടാവാൻ നമ്മുടെ മക്കളെ, പെൺമക്കളെ, ആൺമക്കളെ ദീനിയായ സ്ഥാപനങ്ങളിൽ നമ്മൾ ചേർക്കണേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.